നമ്മുടെ സംസ്ഥാനത്ത് മാറി മാറി വരുന്ന മുന്നണികൾ കാലങ്ങളായി ഹിന്ദു ആരാധനാലയങ്ങൾ എങ്ങനെ തകർക്കാമെന്ന ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണത്തിലും പരിശോധനത്തിലും പരിശ്രമത്തിലുമാണ്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അവരുടെ ഒരു നിലപാടാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തെരുവുകളിൽ CPM മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ച മുദ്രാവാക്യമുണ്ട്. അമ്പലമെന്നാൽ ആൽത്തറയെന്നും വിഗ്രഹമെന്നാൽ കല്ലെന്നും എല്ലാം പറഞ്ഞ് വിഗ്രഹ ആരാധനയെ, ഈശ്വരവിശ്വാസത്തെ പരിഹസിച്ച അവർ നടത്തിയിട്ടുള്ള വലിയ പ്രചരണങ്ങളുണ്ട്. വിശ്വാസത്തെ തകർക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുണ്ട്. ആ പാർട്ടി അധികാരത്തിലേറി തുടർഭരണം കിട്ടിയ പശ്ചാത്തലത്തിൽ അധികാരം ഉപയോഗിച്ച് ഈ ക്ഷേത്രങ്ങളുടെ വളർച്ച, അവിടുത്തെ സ്വത്ത് അന്യാധീനപ്പെടാനും കൈക്കലാക്കാനും നടത്തുന്ന ഒരു പരിശ്രമത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അമ്പലങ്ങളിൽ വിലമതിപ്പുള്ള അപൂർവ സ്വത്തുണ്ട്. അത് സ്ഥാവര ജംഗമ വസ്തുക്കളാണ്. ആ സ്വത്തിലാണ് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണ്. അതിന് രൂപീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് താല്പര്യമുള്ള ശിങ്കിടികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുമ്പോൾ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള പല പരാമർശങ്ങളിലൊന്നായിരുന്നു അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അവതാരത്തെ അനുവദിക്കില്ല എന്നുള്ളത്. പക്ഷേ പിണറായിയുടെ ഭരണത്തിൽ അവതാരങ്ങൾ ആടി തിമിർക്കുകയാണ്, ആർത്തട്ടഹസിക്കുകയാണ് അവർ. അതിലിപ്പോഴത്തെ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പകൽ കൊള്ളയിൽ, സ്വർണ്ണക്കൊള്ളയിൽ ശിവശങ്കരനും അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ നിലയിൽ കേരളം പല വിധത്തിൽ കൊള്ളയടിക്കപ്പെടുമ്പോൾ ഹിന്ദു ആരാധനാലയങ്ങൾ, അവിടുത്തെ സ്വത്തുക്കൾ, അവിടുത്തെ ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു. ഇത് വിശ്വാസികളുടെ ഒരു നൊമ്പരമാണ്. അവർക്ക് അക്കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. ഈ വസ്തുതയൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടാണോ എന്നറിയില്ല, ഒരു 2 തെരഞ്ഞെടുപ്പുകളുടെ പടിവാതിലാണ് കേരളം. ആ സന്ദർഭത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടായി. പരമ്പരാഗതമായിട്ടുള്ള അണികൾ CPMൽ അവിശ്വാസം രേഖപ്പെടുത്തി. അവർ വിശ്വാസത്തിൻ്റെ പാതയിൽ മുന്നേറുന്ന ഒരു മാറ്റത്തിൻ്റെ അന്തരീക്ഷമുണ്ടായി. അത് മനസ്സിലാക്കിയിട്ടുള്ള CPMൻ്റെ നേതൃത്വം, വിശേഷിച്ച് പിണറായി വിജയൻ, ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമം. അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നാം തരം പച്ചക്കള്ളമായിരുന്നു എന്ന് ഇന്ന് കേരളം കാണുകയാണ്, തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി അയ്യപ്പ സംഗമത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ടു. ചില നിരീക്ഷണങ്ങളും ചില നിർദ്ദേശങ്ങളും കൊടുത്തിരുന്നു. അതെല്ലാം ലംഘിച്ചു. ദേവസ്വം ബോർഡിൻ്റെ പണം എടുക്കില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ എടുത്തത് കണ്ടു, ആർക്ക് കൊടുത്തു എന്ന് കണ്ടു. അപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതെല്ലാം തന്നെ ലംഘിക്കപ്പെടുകയാണ്. അവിടുത്തെ ആചാരം സംരക്ഷിക്കപ്പെടുമെന്ന് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പങ്കെടുത്ത സമുദായ സംഘടനാ നേതാക്കന്മാർക്ക് സർക്കാർ ഉറപ്പ് കൊടുത്തിരുന്നു. ഇപ്പോൾ അതിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയെ ആ വഴിക്ക് വേണം നമ്മൾ വായിക്കാൻ. അപ്പോൾ പാവങ്ങൾ വിശ്വാസത്തോടെ അമ്പലങ്ങളിൽ സമർപ്പിക്കുന്ന കാണിക്കപ്പണം അത് ചെലവഴിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ടുള്ളത്. ശബരിമലയിൽ ഒരു വികസനവും വരിക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമല്ല. ശബരിമലയിൽ ചില കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. സത്യത്തിൽ അയ്യപ്പൻ ഇക്കാര്യത്തിൽ ഇവർക്കെതിരായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി പോലെയാണ്. അയ്യപ്പൻ്റെ യോഗദണ്ഡ് നഷ്ടപ്പെടുന്നു.
അയ്യപ്പൻ ധരിച്ചിരിക്കുന്ന രുദ്രാക്ഷമാല നഷ്ടപ്പെടുന്നു, അതിൻ്റെ പവിത്രതയും പഴക്കവും നഷ്ടപ്പെടുന്നു. ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൊതിഞ്ഞത് ചെമ്പായി മാറുന്നു. ആ ശ്രീകോവിലിൻ്റെ ചൈതന്യത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള ദ്വാരപാലകന്മാരുടെ പീഠത്തിൻ്റെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെടുന്നു. ഇത് ശരിക്കും കൊള്ളയാണ്, ഒന്നാന്തരം പകൽ കൊള്ളയാണ്. ഈ കൊള്ള പുറത്തുടെ വിശദാംശങ്ങൾ പുറത്തു വരാൻ നിലവിലുള്ള അന്വേഷണ സംവിധാനങ്ങൾ പര്യാപ്തമല്ല. ആകെ ഒരു പ്രതീക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണവും നിർദ്ദേശവും ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇതിനും അപ്പുറത്തേക്ക് അന്വേഷണം പോകണം. നാട് ഭരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ആത്മാഭിമാനവും നല്ല ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യണം. കെടുകാര്യസ്ഥതയുടെയും പിടിപ്പുകേടിൻ്റെയും പര്യായമായിട്ടുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ആ നിലയിലുള്ള ധീരമായ നടപടി സ്വീകരിക്കാൻ പുതിയ പിണറായി വിജയന് സാധിക്കുമോ എന്നാണ് കേരളം നോക്കിക്കൊണ്ടിരിക്കുന്നത്. BJP ഈ വിഷയത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം യുവമോർച്ച നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച്, 16-ാം തീയതി കേരളത്തിൻ്റെ മഹിളാ ശക്തിയെ സാംശീകരിച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച്, 24-25 തീയതികളിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധം ഈ ശബരിമല വിഷയത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ പ്രക്ഷോഭത്തിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുമാണ് വിശ്വാസികൾക്ക് ഇപ്പോൾ പ്രതീക്ഷയുള്ളത്. മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ തൻ്റെ ഇടം കാണിക്കണം. ഒരു കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെടാനുള്ള തൻ്റെ ഇടവും മുഖ്യമന്ത്രി കാണിക്കണമെന്ന് ആവശ്യപ്പെടുക. മോദി സർക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ വികസിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ വികസിതമായിട്ട് വരുന്നതിനാലെല്ലാം ഇവർ ഇടകോട് ഇട്ടുകൊണ്ട് എല്ലാം പാർട്ടിയുടെ പേരിൽ പരിചാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. വിഴിഞ്ഞത്തെ തുറമുഖത്തിൻ്റെ കാര്യം വന്നു, എയർപോർട്ട് കാര്യം. പക്ഷേ വികസിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ സർക്കാർ ഒന്നും സഹായം ചെയ്യുന്നില്ല. ഇവരെല്ലാത്തിനും എഗൻസ്റ്റായിട്ട് നിന്നുകൊണ്ട് കുറ്റങ്ങൾ പഴിയാറുന്ന ഒരു സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനും ഇവിടുത്തെ പ്രതിപക്ഷത്തിനും വികസന വിരുദ്ധമായിട്ടുള്ള മനസ്സാണുള്ളത്. അവർക്ക് രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് അവരുടെ പ്രവർത്തനത്തിലുള്ളത്. വികസനം അവരുടെ അജണ്ടയിലില്ല. ഈ രണ്ട് മുന്നണികളും ശരിക്കും പരസ്പര വൈരുദ്ധ്യത്തിൻ്റെ മുന്നണികളാണ്. അതിൻ്റെ ജന്മം അങ്ങനെ തന്നെയാണ്, ഞാനത് വിവരിക്കുന്നില്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ലക്ഷ്യം നാടിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിയും വികസനവുമാണ്. അതിൽ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യമില്ല, രാഷ്ട്രീയ വിവേചനമില്ല. കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ പരിശോധിച്ചാൽ ഏതൊരാൾക്കും അത് ബോധ്യമാവും. ഉദാഹരണത്തിന് റേഷൻ കടകളിൽ വഴി സാധാരണക്കാരൻ്റെ പട്ടിണി മാറ്റാൻ കൊടുക്കുന്ന റേഷനരി സൗജന്യമാണ്. അതിൽ രാഷ്ട്രീയ വിവേചനമില്ല, മതപരമായ വിവേചനമില്ല, എല്ലാവർക്കും തുല്യമായ പരിഗണനയാണ്. കൃഷി സമ്മാൻ നിധി വിതരണം ചെയ്യുന്നതിനകത്തിൽ രാഷ്ട്രീയമോ മതപരമായിട്ടോ ഉള്ള പരിഗണനയില്ല, വിവേചനമില്ല. എല്ലാവർക്കും കിട്ടുകയാണ്, അർഹരായവർക്ക് എല്ലാവർക്കും കിട്ടുകയാണ്. അതേപോലെ തന്നെ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് റെയിൽവേ വികസനത്തിൻ്റെ രംഗത്ത്, വിഴിഞ്ഞമടക്കമുള്ള തുറമുഖ പദ്ധതിയുടെ രംഗത്ത് എല്ലാം തന്നെ നരേന്ദ്രമോദി സർക്കാർ ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിൽ വികസിത കേരളമുണ്ട്. പക്ഷേ ഇവിടുത്തെ മുന്നണികൾ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെ, അതിൻ്റെ ആനുകൂല്യത്തെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദാഹരണമാണ്. ഒന്ന്, കുടിവെള്ളം നിഷേധിക്കുന്നു. ജൽജീവൻ മിഷൻ അതിൻ്റെ ആനുകൂല്യം ശുദ്ധജലം
സാധാരണക്കാരന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയെ പ്രാദേശിക സർക്കാരുകളെ ഉപയോഗിച്ചുകൊണ്ട് CPM-ഉം കോൺഗ്രസും അട്ടിമറിക്കുകയാണ്. ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, കേരളം ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പണം മുടക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ്. ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് വലിയ ശ്രദ്ധ പുലർത്തുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത്. അതുകൊണ്ട് തന്നെ രോഗം വന്നാൽ ചികിത്സിക്കാൻ അവർ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന കേന്ദ്രങ്ങൾ തേടിപ്പോകും. അങ്ങനെ ചികിത്സയ്ക്ക് പോയി പോക്കറ്റ് കാലിയായി ദരിദ്രനായി ഉള്ള വീട് വിറ്റ് വാടക വീട്ടിൽ താമസിക്കുന്ന അനേകായിരം ആളുകളുള്ള ഈ കേരളത്തിൽ മോദി സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. അത് നേരത്തെ നടപ്പാക്കി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ആനുകൂല്യം പരിമിതമായ രീതിയിൽ ഈ സർക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയെന്നോ മുകളിലെന്നോ ഇല്ലാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും ചികിത്സ സൗജന്യമായി കിട്ടണം, 5 ലക്ഷം രൂപയുടെ സൗജന്യമായി ചികിത്സ കിട്ടണം എന്ന ആഗ്രഹത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ ആ പദ്ധതിയെ കേരളം അട്ടിമറിക്കുകയാണ്. ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കവും കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കണമെന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനും അഭിപ്രായമില്ല. CPM-ഉം കോൺഗ്രസും നയിക്കുന്ന മുന്നണി വികസന വിരോധിയുമായിട്ടുള്ള മുന്നണികളാണ്. അവർ വികസന വിരുദ്ധരാണ്. രാഷ്ട്രീയമാണ് അവരുടെ വികസനം. നരേന്ദ്രമോദി സർക്കാരിന് ഈ നാടിൻ്റെ പുരോഗതി, ഈ നാടിൻ്റെ സമഗ്രമായ അഭിവൃദ്ധി, ഈ നാടിൻ്റെ ആരോഗ്യരംഗം, സാമ്പത്തിക രംഗം, കാർഷിക രംഗം, യുവാക്കളുടെ തൊഴിൽ രംഗം എല്ലാം സുരക്ഷിതമായി സുഭിക്ഷമായി സംതൃപ്തമായ ഒരു ഭാരതം അത് സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തെ ഇവർ പരിഗണിക്കുന്നില്ല. മുന്നണിയുടെ പേരിൽ, രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ CPM-ഉം കോൺഗ്രസും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുകയാണ് എന്ന് പറയാൻ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഞാനത് ചുരുക്കി സൂചിപ്പിച്ചു എന്ന് മാത്രം. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ട് പോലും സർക്കാർ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഷണാവസ്ഥയിൽ, അതായത് കൊള്ള നടത്തുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. നിരവധി പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അയ്യപ്പ ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരു സുഖസൗകര്യം ഇവിടെ കൊടുക്കുന്നില്ല. ഇവരെല്ലാം വരുന്നു പോകുന്നു. പക്ഷേ അതിനുള്ളൊരു ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ശബരിമല വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ ഇവിടെ ശബരിമലയ്ക്കൊരു മാസ്റ്റർ പ്ലാൻ നേരത്തെ ഉള്ളതാണ്. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഇവരിപ്പോൾ പുതിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ഇവരുടെ ആഖ്യാനങ്ങൾ വിശ്വസനീയമല്ല. ഒന്നെന്താണ്, ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് മറ്റ് ക്ഷേത്രങ്ങളെല്ലാം നടന്നു പോകുന്നതാണ്. BJP ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ വരവ് ചെലവ് കണക്കുകൾ വെളിപ്പെടുത്താൻ വേണ്ടി സർക്കാർ തയ്യാറാവണം. അവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകളിലെ കൃത്രിമം, ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട്, അത് നടത്തിയ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നത് ഈടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടണം. ഇവിടെ പണമില്ലാത്തതല്ല, പദ്ധതിയില്ലാത്തതല്ല, പക്ഷേ ഇച്ഛാശക്തി ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട വിഷയം. ശബരിമലയിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ബഹുമാനായ ശ്രീ വിജയൻ സാർ നേതൃത്വം നൽകിയ ഒരു ശുചീകരണ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു ശബരിമലയിൽ. പുണ്യം പൂങ്കാവനം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അവിടെ ചെല്ലുന്ന ചെറുതും വലുതുമായിട്ടുള്ള അയ്യപ്പന്മാർ പങ്കാളിയായിക്കൊണ്ട് ശബരിമലയിലെ വനാന്തരം ശുചിയായിരിക്കണം, പമ്പ ശുചിയായിരിക്കണം, ക്ഷേത്ര പരിസരം, അവിടുത്തെ കാടുകൾ മലിനപ്പെടരുത് എന്ന നിലയിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. എന്താണിപ്പോൾ അതിൻ്റെ അവസ്ഥ? അത് അട്ടിമറിക്കപ്പെടുകയാണ്. ശബരിമലയിൽ പദ്ധതി ഇല്ലാത്തതുകൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടല്ല, ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഇച്ഛാശക്തി ഉണ്ടാവണം, അതിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന താല്പര്യം ഉണ്ടാവണം, അതിൽ വികസനത്തിൻ്റെതായിട്ടുള്ളൊരു മനസ്സുണ്ടാവണം. ഏത് പദ്ധതി കൊടുക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷേ അതിന് ശുദ്ധമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവണം. ആ സമീപനത്തിൻ്റെ കുറവുണ്ട്
എന്ന് തന്നെയാണ് വിശ്വാസികളുടെ ഒരു കരുതൽ. അതുകൊണ്ടാണ് ശബരിമലയിൽ വികസനമില്ലാതെ പോകുന്നത്. അവിടെ ചെല്ലുന്ന വിശ്വാസികൾക്ക് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് കെട്ട് ഉപേക്ഷിച്ച് ദർശനം കിട്ടാതെ മടങ്ങുന്ന ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള സാഹചര്യം കഴിഞ്ഞ മണ്ഡലകാലത്തും ഉണ്ടായിട്ടുള്ളത്. അത് ആവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട്. ഇവർ വികസനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് വികസനത്തിൻ്റെ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർമ്മാണത്തിൻ്റെ കമ്മീഷൻ വാങ്ങുക. പമ്പയിൽ പോയി നോക്കിയാൽ അറിയാം, അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ പ്രവർത്തനം അത് വേണ്ടത്ര ഗുണം കാണുന്നില്ല എന്നാണ്. ഇടത്താവളങ്ങളിൽ ഇവരേർപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗുണം കാണുന്നില്ല. അതുകൊണ്ട് വികസനത്തിന് പണം ഒരു പ്രശ്നമല്ല, പദ്ധതിയുടെ കുറവല്ല, ഇത് നടപ്പാക്കുന്നതിലെ ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ്, സമീപനത്തിൻ്റെ വികലതയാണ്. അത് മാറിക്കൊണ്ട് ശബരിമല ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും സംതൃപ്തമായ തീർത്ഥാടന കേന്ദ്രമായി മാറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയാൽ കേന്ദ്ര സർക്കാർ അതിന് പിന്തുണ കൊടുക്കും. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ വരുന്നു. കേന്ദ്ര സർക്കാർ ഇത് നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സന്ദർശനം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തെ എത്തിക്കും. അതുകൊണ്ട് നിലവിലുള്ള സർക്കാരും നിലവിലുള്ള പ്രതിപക്ഷവും അവരുടെ കാഴ്ചപ്പാട് മാറ്റാൻ തയ്യാറായാൽ ശബരിമല മാത്രമല്ല കേരളത്തിലെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും നന്നാവും. ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന സർക്കാർ ഇവിടെ മാതൃകാപരമായി നടക്കുന്ന ഇതര സമൂഹത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ അത് ഞങ്ങൾ കാണുന്നുണ്ടെന്നേ. ഇവിടുത്തെ ഹൈന്ദവ ജനത അത് കാണുന്നുണ്ട്. അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, തുടരണം. പക്ഷേ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം. സർ, ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളെ അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഈ ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി, അപ്പോൾ ഇങ്ങനെയുള്ള കൊളേജീവായിട്ടുള്ള സംഘടനകളെ കൂടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് കഴിയാതെ പോകുന്നുണ്ടോ? ലോസിൽ അതൊരു പ്രശ്നമുണ്ട്. ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഷുഡ് ബി ഓൺ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയ പ്രശ്നമുണ്ടായി ഈ ആളുകളുടെ ഭക്തിയെ തന്നെ, അവരുടെ സ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുമാറ് ഈ സ്വർണ്ണക്കടത്തും ഇതൊക്കെ നടക്കുമ്പോൾ അയ്യപ്പനെ പോലും അടിച്ചു മാറ്റുന്ന ഒരു നാളേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇന്നേക്കൊരു പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വാട്ട് ദീസ് പീപ്പിൾസ് ആർ ഡൂയിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളേജസ് എങ്ങനെ പ്രതിരോധിക്കുന്നു, എന്ത് സംവിധാനം വേണമെന്ന് ഈ സന്ദർശിക്കാൻ പോകുന്ന നമ്മുടെ പ്രസിഡന്റിനോട് അങ്ങനെ ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അവിടെ മുതൽ എങ്കിലും ഒരു വഴിത്തിരിവുണ്ടാകുമോ? അല്ല, ഇത് കേരളത്തിലെ ശബരിമലയ്ക്ക് തത്തുല്യമായ വരുമാനമുള്ള ധാരാളം സ്വകാര്യ ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ ക്ഷേത്രങ്ങളുടെ പേരുകൾ പറയുന്നില്ല. വളരെ അച്ചടക്കത്തോടുകൂടി ഭക്തന്മാർ വന്ന് വിശ്വാസത്തോടെ അവരുടെ പ്രാർത്ഥന നടത്തി സംതൃപ്തമായി മടങ്ങുന്നു. ഇവിടെ വിഷയം നിയമത്തിൻ്റെ പരിമിതിയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് BJPയുടെ നിലപാടെന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണറെ ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സമീപിച്ച് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ഗവർണർ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. ആ ഗവർണർക്ക് നൽകിയിട്ടുള്ള നിവേദനത്തിൽ ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടലുണ്ടാവണം എന്ന് തന്നെയാണ്. വിശ്വാസത്തെ ഭഞ്ജിക്കുന്നു, ദേവൻ്റെ ചൈതന്യത്തെ ഇല്ലാതാക്കുന്നു. ഇവിടെ ഒരു രസകരമായ കാര്യം, ദേവസ്വം ബോർഡിൻ്റെ പഴയ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിൻ്റെ മകൻ്റെ വഴിപാടായിട്ട് യോഗദണ്ഡ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കൊടുത്ത ദണ്ഡിൻ്റെ പഴക്കം പരിശോധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പവിത്രമല്ലേ? അപ്പോൾ അത് ഈ നാട് കാണുന്നുണ്ട്, കേന്ദ്ര സർക്കാർ ഇത് കാണുന്നുണ്ട്. ഗവർണറുടെ ശ്രദ്ധയിൽ ഈ വിഷയം നിവേദനത്തിൻ്റെ രൂപത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സമർപ്പിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ, നിലപാടുകൾ അവിടെ നിന്നുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഹൈക്കോടതി പല കാര്യത്തിനും ഗവൺമെൻറ്റിനോട് പല ആവശ്യങ്ങളും പ്രകടിപ്പിച്ചിട്ട് പോലും ഗവൺമെൻറ് അതിനോട് തയ്യാറാവുന്നില്ല. പല കാര്യങ്ങളും ഹൈക്കോടതി നന്നായിട്ട് ശബരിമലയ്ക്ക് വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ പോലും പിണറായി സർക്കാർ അത് ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു വിവാദം പോലും ഇപ്പം ശബരിമലയിൽ നിന്ന് ഉള്ളതാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകൾ ഇവർ സ്വീകരിക്കുന്നുള്ളതിന് തെളിവല്ലേ? ദേവസ്വം ബോർഡിൻ്റെ പണമെടുത്തിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം എന്താ നമ്മൾ കാണുന്നേ?
7 കോടി ചെലവഴിച്ചു എന്നാണ്. അത് ഹോട്ടലുകൾക്ക് കൊടുത്തു, വാഹനങ്ങൾക്ക് കൊടുത്തു, മറ്റ് പല വഴികൾ കൊടുത്തു എന്നുള്ളത് ഇപ്പോൾ വെളിപ്പെടുമ്പം കോടതി കർക്കശമായി ഇടപെടുന്നത് കൊണ്ടാണ് ഇവർ അവിടുത്തെ മല തുരന്നുകൊണ്ട് പോവാത്തത്. അതുകൊണ്ട് നോക്കാം, നിയമപരമായി കോടതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അവിടെ സ്പെഷ്യൽ കമ്മീഷണർ ഇടപെട്ടിട്ടുണ്ട്. ഇത്രയെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. ദേവൻ്റെ സംരക്ഷണവും നിയമത്തിൻ്റെ സംരക്ഷണവും ഉണ്ടായിട്ടും, നിരീക്ഷണം നിരന്തരമായി ഉണ്ടായിട്ടും ഇത്രയധികം കൊള്ള നടത്താൻ സാധിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ കാലത്തും നടന്നു, LDFൻ്റെ കാലത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. തിരുവാഭരണം കമ്മീഷണറുടെ പേരിപ്പോൾ പരാമർശിക്കപ്പെട്ട് പ്രതിപട്ടികയിൽ വരുമ്പം അതിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ 2 മുന്നണികളും അമ്പല കള്ളന്മാരാണ്. ഇവർക്ക് കോടതികളെ ഭയമില്ല, നിയമത്തെ ഭയമില്ല, ദേവനെയും ഭയമില്ല. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള വിശ്വാസികളുടെ പ്രതിരോധ നിര, പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ മാത്രമേ ഇവർക്ക് തിരുത്താൻ പറ്റുള്ളൂ. ആ പ്രക്ഷോഭത്തിന് പിൻബലമായി കോടതി വരും. കോടതി അത് കണ്ണു തുറന്ന് കാണുന്നുണ്ട്. അവിടെയാണ് പ്രതീക്ഷ. കോടതികളെ കബളിപ്പിക്കുകയാണ്. പക്ഷെ കുറച്ചുകൂടി കാത്തിരിക്കാം. കോടതി ഇടപെടുന്നു എന്നുള്ളത് ഒരാശ്വാസം മാത്രമാണ്. ഒരു ചോദ്യമുണ്ട്. ഈ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ കൊള്ളകളെല്ലാം നടന്നിട്ടുള്ളത്. അതിനുശേഷം വരുന്ന അടുത്ത ഗവൺമെൻറ് വന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ ശബരിമല കൊള്ളയിട്ടുണ്ട്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് എൻ്റെ കാലത്തല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറുകണ്ഠം ചാടുന്നു. ഇപ്പോൾ ഇവർ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാഗത്താണെന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഏതാണ് സത്യമെന്നുള്ളതാണ് ഇപ്പോൾ ജനം തിരിച്ചറിയേണ്ട ഒരു അവസ്ഥ വരുന്നത്. പക്ഷേ ഇവർ നിഷേധിച്ചു പോവുകയാണ്. ഒരു ഗവൺമെൻറ് അറിയാതെ എന്തായിരുന്നാലും ശബരിമലയിൽ നിന്ന് ഒരു സാധനം പോലും പുറത്തു പോകത്തില്ല. ഇത് രണ്ടും പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത സാക്ഷാൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ഈ കൊള്ള നടന്നിട്ടുള്ളത്. അതിൽ ഉദ്യോഗസ്ഥന്മാർ കോൺഗ്രസിൻ്റെ ഇതുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആളുകളുടെ പേരുകൾ വരുന്നു. അദ്ദേഹം INTUC നേതാവാണ്. അത് കടകംപള്ളിയായാലും വാസവനായാലും പത്മകുമാറായാലും അതിനു മുമ്പിരുന്ന ദേവസ്വം കമ്മീഷണറും പിന്നെ പ്രസിഡൻ്റായിരുന്നയാളായാലും അഴിമതിയുണ്ട്, കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ കൊള്ളക്കാരാരാണെന്ന് കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള തൻ്റെ ഇടം പിണറായി വിജയൻ ഏറ്റെടുക്കണം. പുതിയ വിജയനിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്ന അതാണ്. അല്ലാതെ വർത്തമാനത്തിലും വാചകടിയിലും മാത്രമായാൽ പോരാ എന്ന് കേരളം മുഖ്യമന്ത്രിയോട് പറയുകയാണ്. ഈ ആർജവം കാണിക്കണം മുഖ്യമന്ത്രി, അത്രയേ ഉള്ളൂ. സാറിൻ്റെ സാന്നിധ്യത്തിൽ, സാർ ഈ സ്ഥാനത്ത് വന്നതിന് ശേഷം പിന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആകത്തുകയാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. എങ്കിൽ പോലും അതിലൊരു പുതിയ പരിഷ്കരണം അല്ലെങ്കിൽ സാർ ഒരു രീതി അഡ്വൈസ് ചെയ്യുന്നുണ്ടോ? പാർട്ടിയുടെ ബേസിൽ, പാർട്ടിയുടെ വ്യക്താവെന്നുള്ള നിലയിൽ പിന്നെ ഈ ക്ഷേത്ര സംരക്ഷണങ്ങളുടെ പിന്നെ ആളെന്നുള്ള രീതിക്കും സാറിനൊരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രേക്ഷകനോടോ അഡ്മിനിസ്ട്രേഷനോടോ പറയാനുണ്ട്? അല്ല, ഇതിൻ്റെ നടത്തിപ്പ് വിശ്വാസി സമൂഹത്തെ ഏൽപ്പിക്കണം. വിശ്വാസമുള്ളവർ കൊണ്ടു നടക്കേണ്ടതാണ് ക്ഷേത്രഭരണം. അങ്ങനെ വിശ്വാസമുള്ളവർ കൊണ്ടു നടക്കേണ്ട ധാരാളം ക്ഷേത്രങ്ങൾ സംതൃപ്തമായി, സമ്പന്നമായി അവിടുത്തെ സ്വത്ത് സംരക്ഷിച്ച്, ഭൂമി സംരക്ഷിച്ച്, വിശ്വാസം സംരക്ഷിച്ച് കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ നിലയിൽ കേരളത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ നടത്തിപ്പ് വിശ്വാസികളെ ഏൽപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കും. എൻ്റെ ആവശ്യവും അതാണ്. BJPയും കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും സന്യാസി വര്യന്മാരും അഭ്യർത്ഥിക്കുന്നതും ആവശ്യപ്പെടുന്നതും അനിവാര്യമായി കേരളത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ ഭരണാവകാശം വിശ്വാസികളെ ഏൽപ്പിക്കണം. അവിശ്വാസികൾ ക്ഷേത്രഭരണം കൊണ്ട് നടക്കുമ്പോൾ ആണ് ഈ കൊള്ള നടക്കുന്നത്, ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നത്, അവിടെ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നത്. അതിന് പരിഹാരം വിശ്വാസികളെ ക്ഷേത്രഭരണം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ ചിന്തിക്കാൻ കേരളത്തിൻ്റെ ജനാധിപത്യ ഭരണകൂടം തയ്യാറായാൽ വലിയ വിപ്ലവമായിരിക്കും ആ രംഗത്ത് ഉണ്ടാകാൻ പോകുന്നത്.